നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പരീക്ഷകളൊക്കെ കുറച്ചു കാലം മുന്നോട്ട് നീക്കി വെച്ചതായിട്ട് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ ഇനിയുള്ള പ്രിപ്പറേഷനിൽ നിങ്ങൾ വരുത്തേണ്ട മാറ്റങ്ങളെ പറ്റിയൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയാണ് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് മാറ്റിയത്. അപ്പോൾ അതിനെപ്പറ്റി മാറ്റിയതായിട്ട് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചു, ഇനി എന്താണ് നമ്മുടെ പ്ലാൻ, ഇനി പുതിയ റിവിഷൻ ടൈം ടേബിൾ തരികയാണോ, എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ട് ഡിഗ്രി ലെവൽ പ്രിലിംസും LDC മെയിൻസ് എക്സാമും ഒക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നമ്മുടെ സിലബസ് പ്രകാരം അടിസ്ഥാന വിവരങ്ങളൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത് SCRT പാഠപുസ്തകങ്ങളെ തന്നെയാണ്. പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ പ്രിലിംസിന് സിലബസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ SCRT പാഠപുസ്തകങ്ങളിലെ അതേ ടോപ്പിക് തന്നെയല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതലും ഇപ്പം ഇത്രയും നാളും റാങ്ക് ഫയൽ വെച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ SCRT പാഠപുസ്തകങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ SCRT പാഠപുസ്തകങ്ങളിലെ ഓരോ ചാപ്റ്റർ വൈസായിട്ട്, ഫോർ എക്സാമ്പിൾ കേരള ഹിസ്റ്ററിയിൽ ഏതൊക്കെ SCRT ചാപ്റ്ററാണ് വരുന്നത്, അത് വെച്ചിട്ട് നിങ്ങളുടെ പഠനം അങ്ങനെ ഓരോന്നായിട്ട് ഓരോ ടോപ്പിക്കായിട്ട് കേരള ഹിസ്റ്ററിയിൽ ഏതൊക്കെ ടോപ്പിക്ക് വരുന്നുണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഏതൊക്കെ ടോപ്പിക്ക് വരുന്നുണ്ട്, അങ്ങനെ നിങ്ങൾ SCRT പാഠപുസ്തകങ്ങൾക്കും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചോളാം. അപ്പോൾ ഓരോ ടോപ്പിക്കിലും ഏതൊക്കെ SCRT ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത് എന്ന് ഞാൻ ഓൾറെഡി നമ്മുടെ 75 ഡേയ്സ് ടൈം ടേബിളിലും 45 ഡേയ്സ് ടൈം ടേബിളിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കേരള ഹിസ്റ്ററിയിൽ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. അങ്ങനെ എക്കണോമിക്സ് എല്ലാ ടോപ്പിക്കിലും ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ SCRT എന്നാൽ കഴിയുന്ന SCRT ടോപ്പിക്സും ഞാൻ എടുത്ത് തരാറുണ്ട്. പിന്നെ ഞാൻ കുറേ ബുക്സും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ബുക്സ് ഇതുവരെയൊക്കെയായിട്ടും ഞാൻ പറഞ്ഞ ഏത് ബുക്കാണ് SCRT പാഠപുസ്തകം പഠിക്കാൻ നല്ലതായിട്ടുള്ള ബുക്ക് ഏതാണ് എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ദ ബെസ്റ്റ് പബ്ലിക്കേഷന്റെ പാഠപുസ്തകങ്ങളിലൂടെ PSC എന്ന് പറയുന്ന ഈ ബുക്കാണ്. ഈ ബുക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇതിനകത്ത് 3 സബ്ജക്റ്റ് ഫുള്ളായിട്ട് തന്നെ ടോപ്പിക് വൈസ് ആയിട്ട്, അതായത് ചാപ്റ്റർ വൈസ് ആയിട്ട് ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്യുന്നുണ്ട്. അടിസ്ഥാന ശാസ്ത്രം, സാമൂഹ്യ ശാസ്ത്രം, അടിസ്ഥാന ഗണിതം, 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ അടിസ്ഥാന ശാസ്ത്രം, സാമൂഹ്യ ശാസ്ത്രം, അടിസ്ഥാന ഗണിതം എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ചാപ്റ്റർ വൈസ് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാവുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ PSCയുടെ മാറി വരുന്ന ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 2017 തൊട്ട് ഇങ്ങോട്ട് പാഠപുസ്തകങ്ങൾക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് PSC കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മളും പഠനത്തോടൊപ്പം പാഠപുസ്തകങ്ങൾ കൂടി ഒന്ന് കേന്ദ്രീകരിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷേ പാഠപുസ്തകങ്ങളിൽ മാത്രമായി പോകരുത് നമ്മുടെ ശ്രദ്ധ. ഔട്ട് ഓഫ് ദ ബോക്സ് കൂടെ ചിന്തിച്ച് കുറച്ചും കൂടെ പഠിക്കാൻ ശ്രദ്ധിക്കണം. എന്നാലും നിങ്ങൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പാഠപുസ്തകങ്ങൾക്ക് തന്നെയാണ്. അതിന് ഉത്തമ ഉദാഹരണമായിരുന്നു നമ്മുടെ ഈ കഴിഞ്ഞ +2 ലെവൽ പ്രിലിംസ്. അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസിനും ആ ഒരു രീതി തന്നെ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ LDC മെയിൻസിന് കുറച്ചും കൂടി ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കണം. അതായത് പാഠപുസ്തകങ്ങൾ പഠിക്കണം, റാങ്ക് ഫയൽ പഠിക്കണം, മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കണം, PSC ബുള്ളറ്റിൻ പഠിക്കണം. നിങ്ങളായിട്ട് കിട്ടാവുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് പഠിക്കണം. അപ്പോൾ ഈ ബുക്ക്, ഈ 3 സബ്ജക്റ്റും അടങ്ങിയ ഈ ഒരൊറ്റ ബുക്ക് വാങ്ങാൻ താല്പര്യമുള്ളത്, ഞാൻ ഓൾറെഡി ഇത് പരിചയപ്പെടുത്തിയ ബുക്കാണ്. കാണാത്തവരുണ്ടെങ്കിൽ, വാങ്ങാത്തവരുണ്ടെങ്കിൽ, വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാൻ വേണ്ടി ഒരു നമ്പർ, വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ബുക്കിൻ്റെ പ്രൈസ് 550 രൂപയാണ്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 രൂപ ഡിസ്കൗണ്ടിൽ അവർ ഈ ബുക്ക് അയച്ചു തരുന്നതാണ്. 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ ഈ ബുക്ക് എത്തുന്നതാണ്. കൂടാതെ ഇപ്പം ബുക്ക് സ്റ്റോളിൽ, പ്രമുഖമായ എല്ലാ ബുക്ക് സ്റ്റോളിലും ഈ ബുക്ക് അവൈലബിൾ ആണ്. ദ ബെസ്റ്റ് പബ്ലിക്കേഷൻ്റെ ബുക്കാണ്. ഇത് തന്നെ ചോദിച്ചു വാങ്ങുക. ഇതിനകത്താണ് ഞാൻ പറഞ്ഞ ഈ 3 സബ്ജക്റ്റും ഉള്ളത്. വേറെ പബ്ലിക്കേഷനിൽ ചിലപ്പം ഈ 2 ടോപ്പിക്കേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ ഒറ്റ ടോപ്പിക്കേ കാണത്തുള്ളൂ. അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾ മറക്കേണ്ട ദ ബെസ്റ്റ് പബ്ലിക്കേഷൻ്റെ ഈ ബുക്കിൽ ഈ 3 ടോപ്പിക്കും പുതിയ എഡിഷനാണ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡിഷനാണ്. അടിസ്ഥാന ഗണിതം അടക്കം അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ വാങ്ങുക. അങ്ങനെ SCRT ടോപ്പിക്കുകളും കൂടി വെച്ചിട്ട് നിങ്ങളുടെ പഠനം ക്രമീകരിക്കാം. കൂടാതെ ഇനിയുള്ള ദിവസങ്ങളിൽ ചിട്ടയായ പഠനം തന്നെ വേണം. അതായത് ടൈം ടേബിൾ വൈസ് തന്നെ നിങ്ങളുടെ പഠനം കൊണ്ടുപോകുക. അല്ലാതെ സിലബസ് എടുത്ത് ഞാൻ ഇന്ന് ഈ ടോപ്പിക്ക് പഠിക്കാം, ഇന്ന് ആ ടോപ്പിക്ക് പഠിക്കാം, അങ്ങനെ ഒരു രീതിയിൽ കൊണ്ടുപോകാതെ ചിട്ടയായിട്ടുള്ള രീതിയിൽ പഠനം ക്രമീകരിച്ച് റിവിഷനും സമയം കൊടുത്ത് മോക്ക് ടെസ്റ്റും അതുപോലെ മുൻവർഷ ചോദ്യങ്ങളും എല്ലാം അറ്റൻഡ് ചെയ്യാനുള്ള രീതിയിൽ നിങ്ങളുടെ പഠനം ഒന്ന് ക്രമീകരിച്ചാൽ
സുന്ദരമായിട്ട് നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും, ഉന്നത റാങ്കിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ടിപ്സൊക്കെ ഒന്ന് പ്രാവർത്തികമാക്കാൻ വേണ്ടി നോക്കാം. വീണ്ടും കാണാം. താങ്ക്